ആധ്യാത്മികമായ അറിവ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം, എല്ലാ അറിവുകളും ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായാൽ അത് വലിയ മൂല്യമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായാലും ഹിന്ദു മതത്തിൽപ്പെട്ടവരായാലും ക്രിസ്തു മതത്തിൽപ്പെട്ടവരായാലും ഹിന്ദു മതത്തിൽപ്പെട്ടവരായാലും എല്ലാവരും അവരുടേതായ വിശ്വാസങ്ങളെയും അവരുടേതായ ആത്മീയ വിശ്വാസങ്ങളെയും അത് അടിത്തറയാക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഇസ്ലാം മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം ചെറിയ ക്ലാസ്സിൽ തന്നെ മദ്രസയിൽ പോവുകയും ഖുർആൻ പഠനം നടത്തുകയും ചെയ്യാറുണ്ട്. ക്രിസ്തു മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം സൺഡേ സ്കൂളിൽ പോവുകയും ബൈബിളിനെ പറ്റി പഠനം നടത്തുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ പരിശീലനമൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മീയതയിൽ ഏത് വിദ്യാഭ്യാസവും, നമുക്കറിയാം, എന്ത് ചടങ്ങ് തുടങ്ങിയാലും എന്ത് സ്കൂൾ തുടങ്ങിയാലും ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഈശ്വരനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം തുടങ്ങേണ്ടത്. ഇവിടെയും നമ്മൾ ഈശ്വരനെയും നമുക്ക് ഈശ്വരനായ മന്നത്താചാര്യനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഈ യോഗം ആരംഭിച്ചത്. നമുക്ക് വഴികാട്ടുന്ന ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ നമുക്ക് ഗുരുക്കന്മാരെ മാത്രം കാണാൻ കഴിയും. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലും വേദത്തിലും പറയുന്നത് കലിയുഗത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയില്ല, പക്ഷെ എല്ലായിടത്തും കലി ബാധിച്ചിരിക്കുകയാണ്. അസത്യത്തിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും കലി, കോപത്തിൻ്റെ, പകയുടെ, മയക്കുമരുന്നിൻ്റെ, ഇതെല്ലാം കലിയുടെ അവതാരമാണ്. ഈ മഹാഭാഗവതത്തിൻ്റെ അവസാന കലിയുഗ വർണ്ണന എന്താണ് കലിയുഗം ചോദിക്കുന്നത്? കലിയുഗ വർണ്ണനയിൽ പറയുന്നത് ദൈവത്തെ പ്രാപിക്കാൻ ഏറ്റവും എളുപ്പമുള്ള യുഗമാണ്. പക്ഷേ എല്ലായിടത്തും മനുഷ്യന്റെ മനസ്സിലും പ്രവൃത്തിയിലും ശരീരത്തിലും സമൂഹത്തിലും എല്ലാം കലി ബാധിക്കും. കലി സർവ്വവ്യാപിയായി കലി എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റിവിറ്റിയാണ്. ചതി, വഞ്ചന, ദ്രോഹം, തട്ടിപ്പ്, മയക്കുമരുന്ന്, മദ്യം, ഇതെല്ലാം ഇതിൽപ്പെടുന്നതാണ്. ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കലിയുഗത്തെക്കുറിച്ചാണ് ഭഗവാൻ വർണ്ണിക്കുന്നത്. ആ കലിയുഗത്തിൽ നമുക്കുള്ള ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം ജപിക്കുക. നമ്മളിവിടെ നിലവിളക്ക് കൊളുത്തിയപ്പോൾ തന്നെ ഹരേ രാമ ഹരേ രാമ എന്നൊരു നാമം ജപിച്ചു. അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കലാണ്, ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭഗവാനെ അറിയുകയാണ്, ദൈവത്തെ അറിയുകയാണ്, ആത്മീയത അറിയുക എന്നുള്ളതാണ് ഈ കലിയുഗത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചിതരാകാൻ നമ്മെ സഹായിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയതയെക്കുറിച്ച് അറിവുണ്ടാകണം എന്ന് പറയുന്നത് അവർ അച്ഛനമ്മമാരെ സ്നേഹിക്കാനും അയൽവക്കക്കാരെ സ്നേഹിക്കാനും സമൂഹത്തിൽ കൂടെ ജീവിക്കുന്നവരെ ഉൾക്കൊള്ളാനും നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഗുണപാഠങ്ങൾ, അതായത് മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ തെറ്റായ വഴികളിലേക്ക് ഇന്റർനെറ്റിൽ പ്രവേശിക്കുമ്പോഴും ഒരു തെറ്റായ വഴികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാതിരിക്കണമെങ്കിൽ അവർ എപ്പോഴും ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു അറിവ്. അതുകൊണ്ട് ആത്മീയത അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. നമ്മളിപ്പോൾ രാവിലെ തന്നെ TV ഓൺ ചെയ്താൽ കാണുന്നതാണ് കുഞ്ഞുങ്ങളുമായി അച്ഛനമ്മമാർ ആത്മഹത്യക്ക് ശ്രമിക്കുക, അവർ മരിക്കുക. കുഞ്ഞുങ്ങൾ തന്നെ ഒരു കാരണവുമില്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് അതിനെ ഹത്യ ചെയ്യാൻ മനുഷ്യന് അവകാശം. അത് തെറ്റായ ഒരു കാര്യമാണ്. ആത്മഹത്യ തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ മനുഷ്യരിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്. ആ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് ഈ കലിയുഗത്തിൽ കലിയുടെ പ്രവർത്തനമാണ്. കാരണം നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നൊരു വിഷയം, നമുക്ക് സമാധാനപരമായി പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയം, ആ വിഷയം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എന്ന തെറ്റായ ചിന്തയാണ് നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതെന്തുകൊണ്ടെന്നാൽ ആത്മഹത്യ ചെയ്യുന്നത് ആത്മവിശ്വാസമില്ലാത്തതാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് എവിടെയാണ്? ആത്മീയമായ അറിവില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ദൈവത്തെ വെറുതെ ഭരിച്ചുകൊണ്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ മഹത്വം അറിയണം. നമ്മുടെ ആത്മാവിൻ്റെ മഹത്വം, നമ്മുടെ ആത്മാവാണ്. അഹം ബ്രഹ്മാസ്മി എന്നാണ് പറയുന്നത്. തത്വമസി എന്ന് പറയുന്നത് തന്നെ അഹം ബ്രഹ്മ, നീ തന്നെയാണ് ദൈവം, ദൈവം നിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, അത്രയും ശക്തമായി പ്രകൃതിയെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ, അത്രയും ശക്തനായ ഒരു ആത്മാവ് എൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുകയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ഒളിച്ചോടുന്നത്? ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമില്ല. ഇപ്പം കണ്ണങ്കരെ ഇവിടെ പ്രസംഗികം പറഞ്ഞ് പലരെയും നിരുത്സാഹപ്പെടുത്തി. അതൊക്കെ ഒരു താൽക്കാലിക പ്രതിയാസമായി കണ്ടല്ല. എന്താണ് ചെയ്ത കുറ്റം? 64 വർഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയനെ നയിച്ച R ബാലകൃഷ്ണപിള്ളയാണ്. ഞാൻ കൂടി അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടാണ് ഈ കരവ് അനുവദിച്ചത്. അത് അനിൽ കണ്ണങ്കര അത് ഓർത്തു. കാരണം ഒരു കാര്യം എല്ലാവരും ഓർക്കുന്ന നന്നായിരിക്കും, ഈ ഭഗവാനെ ശ്രീകൃഷ്ണൻ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. നമ്മുടെ ഹിന്ദു ആത്മീയതയിൽ പറയുന്നൊരു കാര്യമുണ്ട്,
ഏത് തെറ്റുകൾക്കും മാപ്പുണ്ട്. അതായത് പിതാവിനെ മാതാവിനെ ഒരാൾ ദ്രോഹിച്ചാൽ ആ മാതാവും പിതാവും ക്ഷമിക്കും. ഗുരുവിനെ നിന്ദിച്ചാൽ ഗുരുവിനോട് പറയണം, സാറേ എനിക്ക് അബദ്ധം പറ്റിയാൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം എന്ന് ഗുരു ക്ഷമിക്കും. പക്ഷെ നന്ദികേടിന് ലോകത്ത് വലിയ ശിക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. നന്ദികേട് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ദൈവമാണ്. ഇപ്പൊ ഗണേഷ് കുമാർ വിചാരിച്ച ഒരാളെ സഹായിക്കാനും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ അങ്ങനെ കരുതുകയും ചെയ്തത് ഞാൻ അയാളെ സഹായിച്ചു എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. പക്ഷേ നമ്മളെ കൊണ്ട് സഹായിക്കാൻ ഒരാൾ വന്നൊരു സഹായം ചോദിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫോൺ കോൾ വിളിക്കുന്നു, ആ ഫോൺ കോൾ ഫലം കാണുന്നു, അദ്ദേഹത്തിന് അതിന് ഗുണം കിട്ടുന്നു. എന്തുകൊണ്ട്? ദൈവം മറ്റേ വ്യക്തിയെ സഹായിക്കാൻ ശ്രമിച്ചു. അതിന് ഇടനിലക്കാരനായി മാത്രമാണ് എന്നെ നിയോഗിച്ചത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളിലും അനിൽ കണ്ണങ്കര പറഞ്ഞതുപോലെ ഒരു ഉപകാരം നമുക്ക് ചെയ്താൽ ആ ഉപകാരം ചെയ്തു തരുന്ന ദൈവമാണ്. അത് ചെയ്യിക്കാൻ ഇടനിലക്കാരെ ദൈവം തന്നെ നിയോഗിക്കുന്നു. ദൈവം തന്നെ നിയോഗിക്കുക ഒരു ഇടനിലക്കാരനെ. ആ ഇടനിലക്കാരനോട് നികൃഷ്ടമായ രീതിയിൽ പെരുമാറിയാൽ ദൈവം വിടുകയില്ല. കാരണം ഞാൻ ഇവനെ കൊണ്ട് അവനെ സഹായിപ്പിച്ചു, അല്ലാതെ ഞാൻ അവരെ സഹായിക്കുകയല്ല, ദൈവം എന്നെ കൊണ്ട് അവരെ സഹായിപ്പിച്ചു. അപ്പൊ എനിക്കിട്ട് പണി തന്നാൽ ശിക്ഷയുണ്ട്. കാരണം മാതാവിനെ നിന്ദിച്ചാൽ, പിതാവിനെ നിന്ദിച്ചാൽ, ഗുരുവിനെ നിന്ദിച്ചാൽ എല്ലാത്തിനും അല്ലയോ ആചാര്യ കറക്റ്റ് അല്ലയോ മാപ്പുണ്ട്. പക്ഷെ നന്ദികേടിന് മാപ്പില്ല. അത് ദൈവത്തോട് ചെയ്യുന്ന നെറികളാണ്. 64 വർഷക്കാലം പത്തനാപുരം താലൂക്കിലെ നായർ സമുദായ അംഗങ്ങളെ ഒരു മുത്തുമാലയിൽ കുരുത്ത ഒരു മാല പോലെ, ഒരു മുത്തുമാല പോലെ കൊരുത്തു കൊണ്ടു നടന്ന ആർ ബാലകൃഷ്ണപിള്ള സാറിനെ തള്ളിപ്പറയുന്നവർ ഇന്ന് നേതൃത്വത്തിൽ വന്നു. അത് ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്, സംഭവിക്കാറുമുണ്ട്. പക്ഷേ അത് ജനാധിപത്യമല്ല എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് ലജ്ജ തോന്നുന്നത്. അതിലൊരു ജനാധിപത്യമില്ല. അതൊരു ഒളിച്ച് ഈ വളഞ്ഞ വഴിയിലൂടെ ഉള്ള പ്രവേശനം. ആ വളഞ്ഞ വഴിയുള്ള പ്രവേശനത്തിന് താൽക്കാലികമായ നിലനിൽപ്പേ ഉള്ളൂ, മറ്റൊന്നും ഉണ്ടാവില്ല. ഏകാധിപത്യത്തിന്റെ ഭാഗമായി വരുന്ന അത്തരം പ്രവർത്തനങ്ങളെ ലോകം തൂത്തെറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോകത്ത് എവിടെ എടുത്തു നോക്കിയാൽ ഏകാധിപതികൾ അവസാനിച്ചിട്ടുണ്ട്. ഞാനാണ് എല്ലാം എന്ന് കരുതുന്ന അഹങ്കരിക്കുന്നവർ ദൈവത്തിൽ അടിഞ്ഞ് അവസാനിക്കുന്നതും മണ്ണോട് മണ്ണ് ചേരുന്നതും പാതാളത്തിലേക്ക് പോകുന്നതും നമ്മൾ കണ്ട ചരിത്രമാണ് ലോകത്തിൽ എല്ലാ ഏകാധിപതികളും ഞാനാണ് എല്ലാം എന്ന് പറയുകയും എല്ലാം പിടിച്ചടക്കി വെക്കുകയും ചെയ്യുന്നവർ തകർന്നു പോകുന്നത് നമ്മൾ ലോകത്ത് കണ്ടു. ഇത് ചരിത്രമാണ്, നമ്മൾ പറയുന്നൊന്നുമല്ല, ചരിത്രമാണ്. വായിച്ചറിയാം. ചരിത്രം വായിച്ചാൽ, പുസ്തകം വായിച്ചാൽ, ചരിത്രത്തെക്കുറിച്ച് നടന്ന പഠനങ്ങളിൽ നമ്മൾ പത്രം വായിച്ചാലും നമ്മൾ ചാനലുകൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാനുണ്ട്. ചരിത്രത്തിൽ ഏകാധിപതികൾ ഒന്നുമല്ലാതായി പോയിട്ടുണ്ട്. അപ്പം അത്തരം ഏകാധിപത്യത്തിന് ഭാഗമായി വരുന്ന ഇത്തരം അത് കലിയുടെ കാലമാണ്, ഇത് കലിയുഗമാണ്. അത് സംഭവിച്ചതിൽ അത്ഭുതപ്പെടാനില്ല, കാരണം അത് സംഭവിക്കണമല്ലോ. ഇതൊന്നും കണ്ട് നിരാശപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തു. ഒരാളെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്ന പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് ചെയ്യുന്നവൻ്റെ ഏറ്റവും മ്ലേച്ഛമായ മാനസികാവസ്ഥ എന്നാണ് പറയുന്നത്. ഒരു നായർ കരയോഗത്തിൽ 10 നായന്മാർ ഒന്നിച്ചു ചേരുന്നത് അവസാനിപ്പിക്കുകയും അവരെ ഭിന്നിപ്പിക്കുകയും ശ്രമിക്കുന്നത് മ്ലേച്ഛമായ നടപടി. ഈ സമുദായത്തിന് അവരെതിരാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ വേണം. അന്നത്തെ ആചാര്യൻ ഭിന്നിച്ചു കിടന്ന നായർ സമുദായത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു പൊൻകുടയുടെ കീഴിൽ നിർത്തിയ മഹാനായ മനുഷ്യനാണ് അദ്ദേഹം. ഭാരത കേസരിയാണ്. അദ്ദേഹത്തെ നമ്മളെല്ലാം ആരാധിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ നായരും, ഒരുപക്ഷെ നായരല്ലാത്തവരും അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അന്നത്തെ ആചാര്യനെ ഒന്ന് സ്മരിക്കണം എന്ന് തോന്നുന്നവരുണ്ട്. കാരണം വ്യക്തിത്വമാണ്. ഒരാളുടെ രാഷ്ട്രീയമല്ല, ഒരാളുടെ ജാതിയല്ല, ഒരാളുടെ മതം. നമ്മുടെ അയ്യങ്കാളിയെ നമ്മൾ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ടാണ്? അയ്യങ്കാളി എന്ന മഹാനായ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ, അദ്ദേഹം ജനിച്ചു വളർന്ന ഒരു സമുദായത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അത് നമ്മൾ മാനിക്കുന്നു. മനുഷ്യന്റെ തെറ്റായ ജീവിതരീതിയും മതത്തിന്റെ പേരിൽ മനുഷ്യൻ കലഹിക്കുകയും ചെയ്യുമ്പോൾ അവനെ ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹിക്കാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾ സ്മരിക്കുന്നു. കാരണം അതിന്റെ കാര്യത്തിലെ ഗുരു അദ്ദേഹം പറയും, കലിയുഗ വർണ്ണന അദ്ദേഹം സപ്താഹത്തിന്റെ പല യജ്ഞങ്ങളും പറയുന്നതാണ്. കലിയുഗ വർണ്ണന പറഞ്ഞാണ് അവസാനിക്കുന്നത്, യജ്ഞം അവസാനിക്കുന്നത്. അതിൽ പറയുന്ന കാര്യമുണ്ട്, കലിയുഗത്തിൽ ഗുരുവിനെ മാത്രമേ കാണാൻ പറ്റൂ, നിനക്ക് ഗുരുവിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഒരു മദ്യപാനിയെ ഒരാൾ മാതാമൃത അമ്മയെ കാണാൻ പോവുകയാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ മോനെ നീ ഇനി മദ്യപിക്കരുത് എന്ന് അമ്മ പറയുമ്പോൾ എന്തുകൊണ്ടോ അമ്മയുടെ വാക്കിൻ്റെ ശക്തി കൊണ്ടോ എന്തുകൊണ്ടോ അയാൾ മദ്യപാനം നിർത്തുകയും നല്ലൊരു ജീവിതം നയിക്കുകയും ചെയ്യാം. ഒരാളെ തിരുത്താൻ അമ്മയ്ക്ക് കഴിയുമ്പോൾ അവിടെയാണ് ഗുരു. അമ്മ ഗുരുവാണ്. നമ്മുടെ അമ്മ പെറ്റമ്മ ഗുരുവാണ്. കാരണം പെറ്റമ്മയാണ് നമ്മളെ ആഹാരം കഴിക്കാൻ പഠിപ്പിക്കുന്നത്, ടേസ്റ്റുകൾ ആദ്യം മനസ്സിലാക്കി തരുന്നത്, നമ്മളെ നടക്കാൻ പഠിപ്പിക്കുന്നത്, നമ്മളെ വീഴാതെ കൊണ്ടുപോകുന്നത് എല്ലാം പെറ്റമ്മയാണ്. എന്ന് പറഞ്ഞപ്പോൾ മാതാമൃതമായി അമ്മയെ കാണാൻ പോകുമ്പോൾ എൻ്റെ ഒരു സിനിമയിലുള്ളൊരു സുഹൃത്ത് നല്ല മദ്യപാനവും കുഴപ്പമായിരുന്നു. പക്ഷേ ഒരു ദിവസം അമ്മയെ കണ്ടപ്പോൾ പെട്ടെന്നൊരു മാറ്റം. എന്നെ പറഞ്ഞു, ഞാൻ അമ്മയെ കണ്ടതുകൂടി എനിക്ക് മാറ്റാം. അമ്മ പറഞ്ഞു, മോനെ ഇനി നീ മദ്യപിക്കരുതെന്ന് പറഞ്ഞു. മദ്യപാനം നിർത്തി അദ്ദേഹം വലിയ നിലയിലേക്ക് ഉയരുകയും ചെയ്തു.
അപ്പൊ അതെനിക്ക് അപ്പൊ ഗുരുവിനെ മാത്രമേ കാണാൻ പറ്റൂ. ശ്രീനാരായണ ഗുരുദേവൻ കഴിച്ചു. റോഡിൽ അരഞ്ഞു തിരിയുന്ന നായ്ക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് ഒരു 2 നൂറ്റാണ്ട് മുമ്പേ നമുക്ക് പഠിപ്പിച്ചു തന്ന ആളാണ് ചട്ടമ്പി സ്വാമി തിരുവടി. അപ്പോൾ ഗുരുവിനെ മാത്രമേ കാണാൻ പറ്റൂ. ശ്രീനാരായണ ഗുരുവിനെ കണ്ടു, ചട്ടമ്പി സ്വാമിയെ കണ്ടു, ആചാര്യന്മാരല്ല, അയ്യാ ഗുരുവിനെ കണ്ടു. ഇങ്ങനെ മഹാന്മാരായ ഗുരുക്കന്മാരെ മാത്രമേ കലിയുഗത്തി കാണാൻ പറ്റൂ. അല്ലാതെ ദൈവമെന്നും പ്രമാണിയെന്നും ചമയുന്നവരാരും ദൈവമല്ല പ്രമാണിയുമല്ല. അമൃതാനന്ദമയ്യമ്മയെ കണ്ടു, സത്യസായിബാബയെ കണ്ടു. സത്യസായിബാബയെ കണ്ട് എത്രയോ പേര് മദ്യപാനം ഒഴിവാക്കുകയും ജീവിതത്തിൽ അച്ചടത്തോടെ ജീവിക്കുകയൊക്കെ ചെയ്തു. അപ്പം അത്തരം ആചാര്യന്മാരെ അപമാനിക്കുകയല്ല, അത്തരം ആചാര്യന്മാരെ മാത്രമേ കലിയുഗത്തിൽ കാണാൻ പറ്റൂ. ഭഗവാൻ പ്രത്യക്ഷപ്പെടില്ല. ശ്രീകൃഷ്ണൻ അവസാനമായി പ്രത്യക്ഷപ്പെട്ട അവതാരമാണ്, നമ്മളോടൊപ്പം ജീവിച്ച അവതാരമാണ്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ ഇങ്ങനെ വന്ന് നരസിംഹമൂർത്തി മുതൽ ഇങ്ങനെ വന്ന് വാത്സ്യം, കൂർമ്മ, വരാഹം ഇങ്ങനെ വന്ന് ദശാവതാരങ്ങളിൽ കലി എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ തെറ്റായ നടപടികൾ, അത് ലഹരിയാവാം, മദ്യമാകാം, തെറ്റായ തരത്തിലുള്ള ജീവിതമാകാം, മറ്റോടുള്ള അസൂയയാകാം, കുശുമ്പാകാം, പകയാകാം, സത്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നവർ, സത്യത്തിന് വിരുദ്ധമായി ഈ ലോകത്ത് നിലനിൽക്കില്ല. താൽക്കാലികമായ ചില വിജയങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തിരിച്ചറിയാൻ മറ്റുള്ളവർ കഴിയും. അതൊക്കെ താൽക്കാലികം, എല്ലാവർക്കും ഒരു താൽക്കാലിക വിജയം ഉണ്ടാവും, പിന്നെ ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയണം. ആ കലിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ, മുതിർന്നവരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ കലി എങ്ങനെ ഒഴിവാക്കാം? നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഏതൊരു മതസ്ഥനും അവൻ വിശ്വസിക്കുന്ന മതത്തിലെ ദൈവത്തിനെ കൊണ്ട് തൻ്റെ മനസ്സിനെ നിറയ്ക്കണം. ശരീരത്തിനെയും മനസ്സിനെയും അതുകൊണ്ട് നിറയ്ക്കണം. ആ ദൈവം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നിയാൽ നമ്മൾ ഒട്ടൊന്നും പരാജയപ്പെടുകയില്ല. പരാജയമൊന്നുമില്ല. ബൈബിളിലൊരു വചനമുണ്ട്, നീ തകർന്നു എന്ന് കരുതരുത്. ദൈവം പറയുന്നുണ്ട്, ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് ഒരു കുടം ഉണ്ടാക്കുകയായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ കുശവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടം ഉടഞ്ഞു പോയി. അപ്പോൾ ഈ കുടം എന്ത് ചെയ്ത്? കുശവൻ അവിടെ കൊണ്ട് പരാജയപ്പെട്ടില്ല. ഈ ചെറിയ മണ്ണ്, ഈ മണ്ണ് തന്നെ, ഈ കളിമണ്ണ് തന്നെ വാരി വെച്ച് അതിനേക്കാൾ മനോഹരമായ മറ്റൊരു കുടം നിർമ്മിച്ചു. അപ്പോൾ ഓരോ തകർച്ചയും പുതിയ ഒരു രൂപഭേദത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നു, നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു, അടുത്ത പരീക്ഷയിൽ പരാജയപ്പെട്ടില്ല. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ നീറ്റ് പരീക്ഷ നടന്നു. ആദ്യത്തെ നീറ്റ് പരീക്ഷ പോയിട്ട് വന്നു പറഞ്ഞു വളരെ പ്രയാസപ്പെട്ടു, ഇച്ചിരി പ്രയാസമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ചില കാരണങ്ങളാൽ, ചില ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള പേരിൽ ഇതങ്ങ് മാറ്റി വെച്ച് രണ്ടാമത്തെ നീറ്റ് പരീക്ഷ വന്നു. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടത്തക്കതിലുള്ള റാങ്ക് കിട്ടിയെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. എന്നാലും അന്ന് നീറ്റ് പരീക്ഷ മാറ്റി വെച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം വ്യാകുലപ്പെട്ടു. അപ്പോൾ ഈ കുട്ടിയും വ്യാകുലപ്പെട്ടു, അയ്യോ മാറ്റി വെച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് എഴുതിയിട്ട് ഒന്നും ആയില്ലല്ലോ എന്ന്. പക്ഷേ രണ്ടാമത്തെ നീറ്റ് പരീക്ഷ വന്നപ്പോൾ വീണ്ടും എഴുതി. അന്ന് അല്പം മോശമായിട്ടാണ് എഴുതിയെന്ന് ആ കുഞ്ഞ് ഭയപ്പെട്ടുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. പക്ഷേ രണ്ടാമത് ഇന്നലെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ഞാൻ ക്വാളിഫൈഡായി, ഞാൻ നീറ്റ് പരീക്ഷയിൽ ക്വാളിഫൈഡായി എന്ന്, എനിക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള നിലയിൽ എനിക്ക് കിട്ടി എന്ന കുഞ്ഞ് പറയുമ്പോൾ ആ ഒരു കാര്യം അന്നേരം അവിടെ വെച്ച് ആ മറ്റേ പരീക്ഷ മോശമായിട്ട് എഴുതി, കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ഒരു സാഹസം പ്രവർത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ രണ്ടാമതൊരു പരീക്ഷ വന്നു, ആ പരീക്ഷയിൽ ഈ കുഞ്ഞ് ക്വാളിഫൈ ചെയ്യപ്പെട്ടു. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ, ബൈബിളിൽ പറയുന്ന പോലെ കുശവന്റെ കുടം ഉടഞ്ഞു പോയതുപോലെയല്ല, അത് വീണ്ടും അതിനേക്കാൾ മനോഹരമായ ഒരു പാത്രമായി, അതിനെ മാത്രമായി മാറും. ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഭയം നോക്കുക, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സഹനത്തിന്റെ സമരം നടത്തിയിട്ടാണ് മഹാത്മജി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യമായി തന്നത്. അല്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളും സമാധാനത്തിന്റെ മാർഗം സ്വീകരിക്കുക. ജനാധിപത്യമില്ലാത്ത ഏകാധിപത്യമുള്ള ബ്രിട്ടീഷ് ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം കൊണ്ടുവന്ന മഹാത്മാഗാന്ധി സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും പാതയിലായിരുന്നു. അദ്ദേഹം വെടിയേറ്റ് മരിക്കുമ്പോഴും ദൈവം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, ഹേ റാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു വീഴുന്നത്. ഒന്ന് ആലോചിക്കണം. ദൈവത്തെ ഉൾക്കൊണ്ടിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ധൈര്യം എന്തായിരുന്നു? വളരെ പ്രായമുള്ള സമയത്തും ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്ത്, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൽ വളർന്നു വന്ന ആത്മീയമായ അറിവാണ്. ആ ധൈര്യമുണ്ട്, അപാരമായ ധൈര്യമാണ്. ആത്മീയത നിറഞ്ഞു നിൽക്കുന്നവന് അപാരമായ ധൈര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് മഹാത്മജിയെ സംബന്ധിച്ച് നോക്കിയാൽ സാധു മനുഷ്യൻ, പക്ഷെ ആ സാധു മനുഷ്യന്റെ ഉള്ളിലെ മനസ്സിന്റെ ധൈര്യമാണ് നമ്മളെ നയിച്ചത്. നമ്മൾ വിചാരിക്കും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു തുണിയെ കൊടുത്ത് ഇങ്ങനെ ശാന്തനായി, ദേഷ്യപ്പെടാതെ, ആരോടും വഴക്കുണ്ടാക്കാതെ, ബഹളം വയ്ക്കാതെ, അക്രമം നടത്താതെ നമുക്ക് സമരം നയിക്കുന്ന ഒരു സാധു മനുഷ്യൻ അദ്ദേഹം ഏറ്റവും വലിയ ധൈര്യശാലിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ആ ധൈര്യം? ആ ധൈര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയമായ കഴിവാണ്. നമ്മുടെ മക്കളെ നമ്മൾ ഓരോരുത്തരും
ആത്മീയമായ അറിവ് നേടുകയും അതുകൊണ്ട് ദൈവത്തെ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുകയും ചെയ്താൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. സത്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ നന്ദി എന്നൊരു വാക്കിനെ പറഞ്ഞതുപോലെ ആത്മീയതയിൽ ഏറ്റവും പ്രധാനം സത്യമാണ്. ദൈവത്തെ മനസ്സിൽ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യമല്ല, ദൈവം സത്യമാണ്. ദൈവം സത്യമാണ്. ആ സത്യമേ ജയിക്കും. ദൈവം ജയിക്കുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാനൊരു മതവിശ്വാസിയല്ല. പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായരായി ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. നായരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച 64 വർഷം മന്നത്ത് ആചാര്യൻ്റെ ചിതയൊരുക്കി അദ്ദേഹത്തിന് ബലിയിട്ട ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് എന്ന അഡ്രസ്സും അഭിമാനവും എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. ആ സ്നേഹം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കണ്ണങ്കര വിഷമിക്കേണ്ട, ഒരു കരയോഗത്തിൽ 10 പേരോട് വരണ്ട എന്ന് പറയുന്ന അല്പന്മാരെ അല്ല, ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഈ സമുദായത്തെ സ്നേഹിച്ച മന്നത്ത് ആചാര്യനൊപ്പം നടന്ന് അദ്ദേഹത്തിനോടൊപ്പം മറക്കുകയില്ല. കേരളത്തിലെ നായർ സമുദായം മറക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്പന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ അല്പസമയത്തേക്കേ ഉള്ളൂ. അല്പസമയത്തേക്കേ ഉള്ളൂ. അത് അവസാനിക്കും. ഒരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ വിഷമിക്കേണ്ട. സത്യമേ ജയിക്കൂ എന്നൊരു സംശയം ആർക്കും വേണ്ട. അതുകൊണ്ട് ഒരു കരയോഗത്തിൻ്റെ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ പോകരുത് എന്ന് പറയുന്ന അല്പന്മാർ ആധ്യാത്മ കടമകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആധ്യാത്മ അറിവുറത്ത് അടുത്തൊരു തലമുറയെ നന്മയിലേക്ക് നയിക്കാൻ, മയക്കുമരുന്നിന് മോചിപ്പിക്കാൻ, സത്യത്തിന് വേണ്ടി പഠിപ്പിക്കാൻ, സത്യമെന്ന് പഠിപ്പിക്കാൻ, ദൈവമെന്ന് പഠിപ്പിക്കാൻ ആത്മീയ പഠന ക്ലാസ്സിലേക്ക് പോകല്ലേ എന്ന് പറയുന്നവൻ്റെ അല്പത്തരം അവനെ കുച്ചിച്ചു തള്ളുക എന്നതിനപ്പുറത്തേക്ക് ആ അല്പ ആയസേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്ഷമിക്കുക. മന്നത്ത് ആചാര്യൻ ഇതിനേക്കാളും വലിയ യുദ്ധം കണ്ട ആളാണ്. മന്നത്ത് ആചാര്യനെ NSSൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അറിയാം, ആ ചരിത്രം അറിഞ്ഞുണ്ടല്ലോ. മന്നത്ത് ആചാര്യൻ NSS സ്ഥാപിച്ച മഹാനായ മന്നത്ത് ആചാര്യൻ NSSൽ നിന്ന് ഒരു ഘട്ടത്തിൽ പുറത്തു പോയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ സത്യം വിജയിച്ചു. മന്നത്ത് ആചാര്യൻ എന്ന മഹാനായ വ്യക്തിത്വത്തിന്റെ സത്യം വിജയിച്ചുകൊണ്ട് അദ്ദേഹം NSSലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ പലതും സംഭവിക്കും. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, മന്നത്ത് ആചാര്യൻ ഇന്ന് കേരളത്തിൻ്റെ പൊതുസ്വത്താണ്. ഭാരതകേസരി മന്നത്ത് ആചാര്യൻ അദ്ദേഹം പൊതുസ്വത്താണ്. അദ്ദേഹത്തെ ദർശിക്കാൻ അവസരം നൽകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും, ഇവിടെ ഇരിക്കുന്ന ഏതൊരു സമുദായ അംഗത്തിനും അല്ലാത്തൊരു വ്യക്തിക്കും, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്കും, ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രം രാവിലെ കൃത്യമായിട്ട് ഇത്ര മണിക്ക് തുറക്കും. 5 മണിക്ക് തുറക്കും, അല്ലെങ്കിൽ 4 മണിക്ക് തുറക്കും. 11 മണിക്ക് അടയ്ക്കും, വൈകിട്ട് വീണ്ടും തുറക്കും. ക്ഷേത്രം എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ സമരം ചെയ്താണ് മന്നത്ത് ആചാര്യൻ. ആ ആചാര്യൻ്റെ ക്ഷേത്രവും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കും. കയറട്ടെ, ഭക്തിയോടെ. ക്ഷേത്രത്തിലെ ആചാരം ലംഘിച്ച് കയറാൻ പറഞ്ഞില്ല. പക്ഷേ ക്ഷേത്രം ഇന്ന് കാണുന്ന ക്ഷേത്ര പ്രവേശനം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വിളംബരത്തിൻ്റെയും ആ ഒരു പ്രഖ്യാപനത്തിൻ്റെയും ആ ഒരു അനുമതിയുടെയും പുറകിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ചാലകശക്തി, ഏറ്റവും വലിയ പോരാളിയായിരുന്നു മന്നത്ത് ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലും എല്ലാവരും കയറാൻ കഴിയണം. നമ്മുടെ അടുത്ത് ശിവന്റെ അമ്പലമുണ്ട്. ഇവിടെ മന്നത്ത് ആചാര്യൻ, ആ മന്നത്ത് ആചാര്യൻ്റെ സമാധി ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൽ കയറാനുള്ള ഒരു സമയവും കാര്യങ്ങളും ഇപ്പോൾ വെച്ചിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് നട തുറക്കും, 11:30 മണിക്ക് അടയ്ക്കും, വൈകിട്ട് 5 മണിക്ക് നട തുറക്കും, രാത്രി 7:30 8:30 അടയ്ക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും. ആ സമയത്തുള്ള അത് അടച്ചിട്ടേക്ക് ഉച്ചയ്ക്ക് ഒന്ന് തുറക്കാൻ പറയാൻ പറ്റും, അത് പറ്റത്തില്ല. എന്നാൽ ക്രിസ്തീയ ദേവാലയങ്ങളെങ്ങനെയാണ്? ഏത് സമയത്ത് വന്നാലും ദേവാലയം പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കണമെന്നാണ്. പല ക്രിസ്തീയ ദേവാലയങ്ങളും തുറന്നിട്ടിരിക്കുക, അടയ്ക്കാറില്ല. കാരണം അവരുടെ ആചാരം അങ്ങനെയാണ്. മുസ്ലിം ദേവാലയങ്ങളും അങ്ങനെയാണ്, തുറന്നു വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ വരേണ്ട സമയങ്ങളിൽ അറിയിക്കും, അപ്പോഴും ഒന്ന് നിസ്കരിക്കാം, അല്ലാതെ എപ്പോഴും കയറി ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് പാലിച്ചുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും, മന്നത്ത് ആചാര്യൻ ദൈവതുല്യനല്ല, ദൈവമാണ് നായരെ സംബന്ധിച്ച്. ആ ദൈവത്തെ കാണുവാൻ, ആ ദൈവത്തെ ആരാധിക്കാൻ, ആ ദൈവത്തിൻ്റെ സമാധിയിലെത്താൻ എല്ലാവരും കഴിയണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിയിൽ നമുക്ക് എപ്പോഴെങ്കിലും പ്രവേശിക്കാം, അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം. അവിടുത്തെ ആചാരം അനുസരിച്ച് എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരു സമാധിയിലെത്താം, പ്രാർത്ഥിക്കാം, പുഷ്പാർച്ചനകൾ അർപ്പിക്കാം. അത് ഗുരുദേവൻ ദൈവമാണ്. ഗുരുദൈവം, മാതാപിതാവും ഗുരുദൈവം, മാതാവും പിതാവും ഗുരുവും ദൈവമാണ് എന്ന് മന്നത്ത് ആചാര്യൻ നായർ സമുദായത്തിൻ്റെ ദൈവമാണ്, ഗുരുവാണ്. ഗുരു ഈസ് ഈക്വൽ ടു ദൈവമാണ്. മാതാവും പിതാവും ഗുരുവും ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കലിയുഗത്തിൽ ഗുരുവിനെ മാത്രമേ കാണാൻ പറ്റൂ. സത്യമുള്ളവർ, നേരുള്ളവർ, സൗമ്യതയുള്ളവർ, സ്നേഹമുള്ളവർ. മഹാത്മാഗാന്ധി ശരിക്കും ഇന്ത്യക്കാരനെ സംബന്ധിച്ച് രാഷ്ട്രപിതാവല്ല, ദൈവമാണ്. നമുക്ക് വലിയ ഒരു മാതൃക കാണിച്ച ദൈവമാണ്. നമ്മളെ നല്ല വഴിക്ക് നയിക്കാൻ,
സമാധാനത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ പഠിപ്പിച്ച, സമാധാനത്തിൻ്റെ സഹനത്തിൻ്റെ സമരങ്ങൾ പഠിപ്പിച്ച മഹാത്മാഗാന്ധി അന്നത്തെ ആചാര്യനെ പോലെ ദൈവതുല്യനായി കാണുന്ന ആളാണ്. ആ ദൈവത്തെ മഹാത്മാജിയുടെ രാജ്കെട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൂട്ടിവെക്കാൻ പറ്റും? തുറന്നു വയ്ക്കണം. കൃത്യമായ സമയക്രമങ്ങളുണ്ട്. അവിടെ പോയി ഉഷാരാധന നടത്താനും പ്രാർത്ഥിക്കാനും ഇന്ത്യയിലെ എല്ലാ പൗരനും വിദേശ പൗരന്മാർക്കും അവകാശവും അധികാരവുമുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ പൊതുസ്വത്താണ്. അത് മനസ്സിലാക്കണം. ഇന്ദിരാഗാന്ധിയുടെ സമാധി മണ്ഡപം സോണിയാഗാന്ധി കൂട്ടിയിട്ടാൽ പറ്റത്തില്ല. തുറന്നു വെച്ചില്ല. അവിടെ ഇന്ദിരാഗാന്ധി ആരാധിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ അവിടെ പോയി ആ സമാധി മണ്ഡപത്തിൽ ആദരവ് അർപ്പിക്കാൻ അവസരവും എന്ന് പറഞ്ഞ അന്നത്തെ ആചാര്യൻ ഇന്ത്യയുടെ സ്വത്താണ്, കേരളത്തിലെ സ്വത്താണ്. ഭാരതത്തിലും ലോകത്തെവിടെയും നായർ സമുദായത്തിൽപ്പെട്ടവർ, കേരളത്തിലെ നായർ, ഡൽഹിയിലെ നായർ, പശ്ചിമ ബംഗാളിലെ നായർ എന്നൊന്നുമില്ല. എല്ലാ നായർക്കും ദൈവതുല്യം തന്നെയാണ് അന്നത്തെ ആചാര്യൻ. ആചാര്യൻ മാത്രമേ ആചാര്യന് തുല്യമുള്ളൂ. ആചാര്യൻ തന്നെയാണ്. അത് ദൈവതുല്യനായ അന്നത്തെ ആചാര്യൻ ഭാരത കേസരി, ഭാരതത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം, ഭാരതത്തിലെ സിംഹമാണ് അദ്ദേഹം. ഭാരതത്തിലെ ജനങ്ങൾ രാജകീയമായി കണ്ടിരുന്ന രാജപ്രൗഢിയുള്ള മന്നത്ത് പത്മനാഭനാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. ആ ദൈവത്തിനെ ആരാധിക്കാം, ആ ദൈവത്തിനെ ആരാധിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു പഠിക്കണം. ഈ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ ആദ്യം പഠിക്കണം ആരാണ് മന്നത്ത് ആചാര്യൻ, അദ്ദേഹം എന്തെല്ലാം വിഭാവനം ചെയ്തു, അദ്ദേഹം എങ്ങനെ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു, അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ കഥകൾ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കണം. ചട്ടമ്പി സ്വാമിയുടെ കാര്യങ്ങൾ പഠിപ്പിക്കണം. ചട്ടമ്പി സ്വാമി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. ഒരു ആത്മീയ പഠന ക്ലാസ് എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് വിവേകാനന്ദനെ പഠിപ്പിക്കണം. ലോകത്തെ ചെറുപ്പ യുവത്വത്തെയും ജനങ്ങളെയും ഉണരാനും എഴുന്നേൽക്കാനും പഠിപ്പിച്ച മനുഷ്യന്റെ മനസ്സിൽ ആചാര്യനറിയാം. ഒരു ഭഗവത്ഗീത മുഴുവൻ ഒരു കുഞ്ഞ് പഠിക്കുക എന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഭഗവത്ഗീതയിലെ ഒരു 38 ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 38 ശ്ലോകങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും, ഭഗവത്ഗീത മുഴുവൻ പഠിക്കുക എളുപ്പമല്ല. കാരണം കുഞ്ഞുങ്ങളെയാണ് പഠിക്കുന്നത്. ഞാൻ പോയിരുന്നിട്ടുണ്ട്. കുറേ ബോറടിക്കുമ്പോൾ പിന്നെ പോകില്ല. അമ്മ പറഞ്ഞാലും നിർബന്ധിച്ചാലും പോകില്ല. പണ്ട് ഞാൻ കൊട്ടാകര കുലശേഖര അമ്പലത്തിൻ്റെ NSSന്റെ ഒരു അമ്പലമുണ്ട്, അവിടെ ദേവീക്ഷേത്രമുണ്ട്. അതിൻ്റെ ഇതുപോലെ ഹാളിനകത്ത് ഒരു സാറ് ഭഗവത്ഗീത പഠിപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും പറഞ്ഞു വിടും. അമ്മ ഞായറാഴ്ച ദിവസം രാവിലെ അടിച്ചെണീപ്പിച്ച് വിടും. പക്ഷെ പിന്നെ ഉഴപ്പി. കാരണം എനിക്കതുകൊണ്ട് പൂർണ്ണമായി ഭഗവത്ഗീത മുഴുവൻ പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായി ഭഗവത്ഗീത പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തെറ്റാണ്, നടക്കത്തില്ല. അത് മുതിർന്ന ആളുകൾക്കൊക്കെ ജീവിതത്തിലൊരു ജീവിതചര്യയായി ആഗ്രഹിച്ചാൽ നടക്കുന്നുള്ളതല്ലാതെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ 38 ശ്ലോകങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 38 ശ്ലോകങ്ങൾ, അത് തിരഞ്ഞെടുത്ത് അവരെ പഠിപ്പിക്കണം. എന്തിന്? അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ. എന്താണ് ഭഗവത്ഗീത? ഭഗവാൻ അർജുനൻ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ, അത് അർജുനന് വേണ്ടി മാത്രമല്ല, ലോക സമൂഹത്തിന് വേണ്ടി ഭഗവാൻ ആത്മവിശ്വാസം ആർജിക്കാൻ വേണ്ടി പറഞ്ഞു. ഭഗവത്ഗീത പഠിച്ചിരുന്നു എന്ന് മഹാനായ APJ അബ്ദുൽ കലാം പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു ഭഗവത്ഗീതയിലൂടെ. അദ്ദേഹം ഭഗവത്ഗീത വായിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഭഗവത്ഗീത അർജുനൻ, ധീരനായ യോദ്ധാവായ അർജുനൻ യുദ്ധക്കളത്തിൽ തൻ്റെ ധീരന്മാരായ തൻ്റെ എതിരാളികളെ കണ്ട് ആകെ ഭയന്നുവെന്നാണ്, ഹിസ്റ്റീരിയ അദ്ദേഹത്തിന് ബാധിച്ചുവെന്നാണ് ചിന്മയാനന്ദജി അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ തുടക്കത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അർജുനനെ മോചിപ്പിക്കാൻ വേണ്ടി അർജുനൻ ധൈര്യം പകർന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ, ഒടുവിൽ തൻ്റെ തേര് തെളിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് അർജുനൻ യുദ്ധം ആരംഭിക്കുന്നത്. അർജുനന് പരാജയം എന്ന ഭയം ഉണ്ടായിരുന്നില്ല, മരണമെന്ന ഭയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടിച്ചു കയറുകയാണ് ഞാൻ. അങ്ങനെ അർജുനൻ യുദ്ധത്തിന് അടിച്ചു കയറുന്നത്. അപ്പോൾ അർജുനനെ ശക്തി പകരാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞ ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ മാനവരാശിക്ക് വേണ്ടിയുള്ളതാണ്. ആ മാനവരാശിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഇതിലെ 38 ശ്ലോകങ്ങൾ എടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഈ ആത്മീയ പഠന ക്ലാസ്സിൽ. അല്ലാതെ ഈ ആത്മീയ പഠന ക്ലാസ്സിൽ ഭഗവത്ഗീത മുഴുവൻ പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. കാരണം വെച്ചാൽ അത് കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല. കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാനിത് അനുഭവിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതം. അപ്പം അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഈ 38 ശ്ലോകങ്ങൾ നിർബന്ധമായി പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം പകരും. ചട്ടമ്പി സ്വാമി പറഞ്ഞ കാര്യങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം പറയണം. എന്താണ് എന്ന് നമ്മൾ, മനുഷ്യൻ എന്ന് പറയുന്നത് നീ തന്നെയാണ് ദൈവമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അഹം ബ്രഹ്മാസ്മി. ദൈവം എവിടെയുണ്ട് എന്ന അന്വേഷണത്തിൽ ഒടുവിൽ ഭഗവാനെ കാണണം, ദൈവത്തെ കാണണമെന്ന് വിവേകാനന്ദൻ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് കണ്ടേ പറ്റൂ എന്ന് ചോദിച്ച് നിർബന്ധിച്ചു. അത് എനിക്ക് കാണണം എന്ന ചെറുപ്പക്കാരനായ അദ്ദേഹത്തിൻ്റെ യുവത്വം തുളുമ്പുന്ന വിവേകാനന്ദൻ തൻ്റെ ഗുരുവായ അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അദ്ദേഹം പറഞ്ഞെങ്കിൽ നീ എന്നെ സ്പർശിച്ചുകൊണ്ട് നോക്കാൻ മതി. അദ്ദേഹം നോക്കിയപ്പോൾ കണ്ട ദൈവം ഗുരു തന്നെയായിരുന്നു. തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനിലാണ് ദൈവത്തെ അദ്ദേഹം കണ്ടത്. അതിൻ്റെ അർത്ഥം
മാതാപിത, ഗുരു, ദൈവം. അത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും അധ്യാപികയാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ ആത്മീയമായ അറിവ് വരുന്ന ആളാണെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ഇപ്പോൾ ഇദ്ദേഹം വന്ന് ഒരു ആജ്ഞാചാര്യൻ നിലയിൽ ഒരു യജ്ഞം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തെ ഗുരുവായി കാണണം. കാരണം ഒരു സപ്താഹ യജ്ഞം കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ ആ പ്രദേശത്ത് 2 പേര് നന്നാവും, ചിലപ്പോൾ ആരും നന്നാവില്ല, ചിലപ്പോൾ 2 പേരെ ഒരാൾ നന്നാവും. അത് മാത്രമാണ് മാറ്റം. ഭൂമിയിൽ ആര് കുടുംബം പ്രളയം ഉണ്ടാകുമായിരുന്നു പണ്ട്. ഓരോ യുഗം കഴിയുമ്പോഴും ദുഷ്ടനെ കൊണ്ട് ഭൂമി നിറയും. ഇത് എല്ലാവരും പറയുന്നുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്, മഹാഭാഗവത്തിൽ പറയുന്നു. പ്രപഞ്ചം ഭഗവാന് ശേഷം ത്രേതായുഗത്തിൽ പ്രപഞ്ചം യുഗം അവസാനിച്ചു, പ്രപഞ്ചം പ്രളയം വന്ന് സർവ്വതം നശിച്ചു. പിന്നെ അവിടെ നിന്ന് പുതിയതായി ഉണ്ടാകുക. നോഹ പേടകത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു കയറ്റി വന്നു കയറി ആ നോഹയുടെ പേടകം പിടിച്ചു നിൽക്കുകയും ബാക്കിയുള്ള എല്ലാവരും നശിക്കുകയും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ അവസാനം പറയുന്നത് ഇനി പ്രപഞ്ചം ഇനി ഒരു പ്രളയമില്ല എന്നാണ് ഭാഗവത്തിൽ പറയുന്നത്. ഇനി ഒരു പ്രളയമോ ലോകാവസാനമോ ഇല്ല. അപ്പം കലി വന്ന് നിറഞ്ഞു. അതിനെ മാറ്റാൻ വേണ്ടി ഭഗവാനെ സ്മരിക്കുക, ദൈവത്തിൻ്റെ നല്ല വഴിയിൽ ജീവിക്കുക, ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കരുത്. നമ്മൾ നല്ല മനുഷ്യരായി, സ്നേഹമുള്ളവരായി, സഹവർത്തിത്വമുള്ളവരായി, ക്ഷമയുള്ളവരായി നമ്മുടെ മക്കളും നമ്മളും വളരണം. വളരുമ്പോൾ ഭൂമിയുടെ ഭാരം കുറയും, ഭൂമി നമ്മളെ അനുഗ്രഹിക്കും, നമ്മൾ സുഖമായി ജീവിക്കും എന്നുള്ളതാണ്. പ്രകൃതിയെ സ്നേഹിക്കണം. അതുകൂടി പറഞ്ഞാൽ എൻ്റെ പ്രസംഗം ചോദിക്കണം. അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഈ ക്ലാസ്സിൻ്റെ ഭാഗമായി പഠിപ്പിക്കണം. നമ്മുടെ നദികൾ, പുഴകൾ, കുളങ്ങൾ, ഈ മുമ്പിൽ കാണുന്ന കുളം, ഈ കണ്ണങ്കര എല്ലാം കൂടെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പണം ചോദിച്ച് കാട് പിടിച്ച് നശിച്ചു കിടന്ന കുളമാണ്. അതിന് മദ്യപാനികൾ വെള്ളം അടിച്ച് ബിയറിൻ്റെ കുപ്പി എറിഞ്ഞ് പൊട്ടിച്ചോണ്ടിരുന്ന കുളമാണിത്. അതിനെ ഒരു മനോഹരമായ ജലാശയമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സംരക്ഷണം ഈ നാടിന് വലിയ ഗുണം ചെയ്യും, ഈ പ്രദേശത്തിന് ഗുണം ചെയ്യും. പരിസ്ഥിതി എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് ദൈവമാണ്. നമ്മുടെ പൂർവികർ പ്രകൃതിയാണ് ആരാധിച്ചിരുന്നത്. ഇന്നും വനമേഖലയിൽ താമസിക്കുന്ന ആളുകൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മനദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്ന മലകൾ, ഇന്ന് മലകൾ ഇടിഞ്ഞു വീഴുകയാണ്. ആ മലകൾ ഇടിഞ്ഞു വീഴാതെ ഇവരെ സംരക്ഷിച്ച് നിർത്തുന്ന എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും സംരക്ഷിച്ച് നിർത്തിയിരുന്ന മലകൾ അത് ഇന്ന് ഇടിഞ്ഞു വീഴുകയാണ് വയനാട്ടിലും മറ്റും. എന്താണ്? ആ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് പ്രകൃതിയെ നിലനിർത്തണം? പ്രകൃതിയെ ആരാധിക്കണം. മഴയെ ദൈവമായ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ പോയാൽ മഴയുടെ ദേവനെ കാണാം. അവിടെ മഴയുടെ ദേവനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് അച്ചൻകോവിൽ അമ്പലത്തിൽ. അപ്പം അന്നത്തെ കാലത്ത് മഴയുടെ ദേവൻ, മഴ വേണം, മഴയുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റൂ, മഴയുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റൂ. അപ്പം മഴയുടെ ദേവനെ പ്രീതിപ്പെടുത്തുകയും മഴയെ ദൈവമായി കാണുകയും ചെയ്തിരുന്ന ഒരു ഭാരത സങ്കല്പമാണ് നമുക്കുള്ളത്. മലകളെയും മരങ്ങളെയും ഒരു മരം വെട്ടുമ്പോൾ പോലും അനുവാദം ചോദിച്ചിട്ടേ വെട്ടാവുന്നതാണ് പറയുന്നത്. പെർമിഷൻ. മരം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം തന്നാണ് പ്രകൃതി. പക്ഷേ അതിനോട് ചോദിച്ച് അതൊരു ജീവനാണ്, അതിനൊരു ജീവൻ വസിക്കുന്നത്. അതിനോട് ചോദിച്ചിട്ട് വേണം അത് വെട്ടാനെന്നാണ് ആചാരം. നമ്മൾ ക്ഷേത്രത്തിലെ കൊടിമരം നിർമ്മിക്കാൻ വേണ്ടി കാട്ടിൽ നിന്ന് തേക്ക് തടി കൊണ്ടുവരാറുണ്ട്. പോകുമ്പോൾ എന്താണ്, വെട്ടുന്നതിന് മുമ്പ് പൂജ ചെയ്ത് ആ വൃക്ഷത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്നതാണ് ഭാരത സംസ്കാരം. പ്രകൃതിയെ ബഹുമാനിക്കുന്നതാണ് ഭാരതം, പ്രകൃതിയെ ആരാധിക്കുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ആ സംസ്കാരം നിലനിർത്തണം. അതിനാണ് ആത്മീയ പഠന ക്ലാസ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ആത്മീയ പഠന ക്ലാസ്സിലൂടെ അനേകം കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകാൻ ഇടയാകട്ടെ. അതുകൊണ്ട് ഈ ആത്മീയ പഠന ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം മുടക്കാൻ ശ്രമിച്ച അല്പന്മാരോട് മറുപടിയില്ല എന്ന് മാത്രം പറഞ്ഞു. അവർ കൊടുത്തിട്ടുണ്ട് ഇതിനിടെ കൂടെ. അത് ഈ നമ്മുടെ മാധ്യമ പ്രവർത്തകരുണ്ട്, അവർ എഡിറ്റ് ചെയ്ത് ഇഷ്ടം പോലെ ഇടും. അത് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അത് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് ഭയമില്ല. കാരണം എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. NSSനെ സംബന്ധിച്ച് ഞാൻ മന്നത്ത് ആചാര്യൻ, എൻ്റെ പിതാവ് ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്ന മന്നത്ത് ആചാര്യൻ. പത്തനാപുരത്തെ നായർ സമുദായത്തെ സ്നേഹത്തോടെ ഒന്നിച്ച് നിർത്തിയ R. ബാലകൃഷ്ണ സാറിൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട്.